KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസിൽ 5th സെം സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇതിൻ്റെ SIO, TIO, HIO എന്ന് പറയുന്നത് നമുക്കൊരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ചാനൽസ് സ്റ്റാർട്ട് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും അതിലെ ഓപ്പറേഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ്. അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അസംബ്ലറിനോട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ്. അത് ട്രാൻസ്ലേഷനലല്ല, നമ്മൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ കോപ്പി സ്റ്റാർട്ട് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ നെയിമാണ് കോപ്പി എന്ന് പറയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സാണ് 1000 എന്ന് പറയുന്നത്. ദെൻ എൻഡ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാം എൻഡ് ചെയ്തു, ഇനി നമുക്ക് എക്സിക്യൂഷനിലോട്ട് പോവാം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് എൻഡ് എന്ന് പറയുന്നത്. EQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് EQ. ഇപ്പോൾ A=2 എന്ന് പറഞ്ഞാൽ Aൻ്റെ വാല്യൂ 2 ആണ്. ORG എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിമ്പിളിലോട്ടൊരു വാല്യൂ ഇൻഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ORG. ദെൻ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹെക്സാഡെസിമൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് എത്ര ബൈറ്റാണ് വേണ്ടി വരിക എന്നുള്ളത് കൗണ്ട് ചെയ്തെടുക്കുന്നതാണ് ബൈറ്റ് എന്ന് പറയുന്നത്. വേർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജനറേറ്റ് 1 വേർഡ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് നമ്മളൊരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിനെ വേർഡാക്കി എടുക്കുകയാണ്. അപ്പോൾ 1 എന്ന് പറയുന്ന ഇൻറ്റിജറിനെ വേർഡാക്കിയിട്ട് ONE എന്നുള്ളതിലേക്ക് നമ്മൾ എടുക്കുന്നതിനെയാണ് വേർഡ് എന്ന് പറയുന്നത്. ദെൻ റിസർവ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് മെമ്മറി റിസർവ് ചെയ്യുക. ഇപ്പം A റിസർവ് ബൈറ്റ് 2 എന്ന് പറഞ്ഞാൽ Aക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 ബൈറ്റ് മെമ്മറി സ്പേസ് റിസർവ് ചെയ്യും. അതുപോലെ തന്നെ A റിസർവ് വേർഡ് 2 എന്ന് പറഞ്ഞാൽ Aക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 വേർഡ് സ്പേസ് മെമ്മറി റിസർവ് ചെയ്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അസംബ്ലർ ഡയറക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ആണ്. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രോഗ്രാംസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അപ്പോൾ നമുക്ക് എന്ത് സാധനമാണോ എക്സ്ട്രാ അതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ആ ടൈമിൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് അസംബ്ലർ, കമ്പൈലർ, ഡീബഗർ എക്സെട്ര ഒക്കെ. അതേസമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് നമ്മുടെ മീഡിയ പ്ലെയേഴ്സ്, വേർഡ് പ്രോസസ്സേഴ്സ് എക്സെട്ര ഒക്കെ. അപ്പോൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ പറഞ്ഞ ഓൾറെഡി OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ അത് ഇൻസ്റ്റാൾ ആയിട്ട് വരും. സോ നമുക്ക് യൂസർക്ക് അതുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നും വരുന്നില്ല. അതേസമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് അതിലുണ്ട്. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അതിൽ ഉണ്ടായിരിക്കണം. ഇനി പല ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പാർട്ട് എയിൽ. അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അസംബ്ലർ. ദെൻ ലോഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒബ്ജക്റ്റ് കോഡിനെയൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ലോഡർ എന്ന് പറയുന്നത്. ലിങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഗ്രാമിനെ അനദർ പ്രോഗ്രാംസുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനെയാണ് ലിങ്കർ എന്ന് വിളിക്കുക. ഡീബഗർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ബഗ് ഉണ്ടെങ്കിൽ, അതായത് എറർ ഉണ്ടെങ്കിൽ എറർ തിരുത്തുന്ന പ്രോഗ്രാംസാണ് ഡീബഗർ. അടുത്ത മാക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ടെക്സ്റ്റിനെ നമുക്കൊരു പ്ലേസിൽ നിന്ന് ഒരു വേറെ പ്ലേസിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് മാക്രോ പ്രോസസ്സർ. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ OSലോട്ട് പ്ലഗ് ചെയ്തിട്ടുള്ള ഡിവൈസസിനെല്ലാം ഹാൻഡിൽ ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്ന പ്രോഗ്രാംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യൂസറിൻ്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എക്സിക്യൂഷൻ്റെയൊക്കെ കൺട്രോൾ എടുക്കുന്ന ഒരാളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടല്ലേ. മെമ്മറി മാനേജ് ചെയ്യുക, പ്രോസസ്സർ മാനേജ് ചെയ്യുക, അതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ മാനേജ് ചെയ്യുക, ഫയൽ മാനേജ്മെൻറ്റ് എടുക്കുക, എറർ ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുക, അങ്ങനെ എക്സെട്ര. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസറിന് ഒരു കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ഡോക്യുമെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന പ്രോഗ്രാംസാണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ ആണ് കമ്പൈലർ, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റർ. അപ്പോൾ നമുക്കിത് രണ്ടും ജസ്റ്റ് ഒരു കമ്പാരിസൺ ആയിട്ട് നോക്കിയാൽ ഈ കമ്പൈലർ എന്ന് പറയുന്നതും ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നതും നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർഷൻ ചെയ്യുന്നതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലറിനകത്ത് നമുക്ക് സോഴ്സ് പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ ലൈനായിട്ടായിരിക്കും നമ്മൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് പ്രോഗ്രാമിൻ്റെ ഓരോ ലൈനും എടുത്ത് അപ്പം തന്നെ നമ്മളത് കൺവേർഷൻ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നതാണ് ഇൻ്റർപ്രറ്റർ. അപ്പോൾ കമ്പൈലർ ഒറ്റയടിക്ക് ഫുൾ പ്രോഗ്രാമായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും, അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, കുറച്ച് ടൈം മതി. പക്ഷേ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ചെയ്യുന്നതുകൊണ്ട് അത് സ്ലോ ആണ്, അതിന് ഒരുപാട് ടൈം വേണ്ടി വരും. ഇനി എഫിഷ്യൻസി കൂടുതൽ കമ്പൈലറിനാണ് ഇൻ്റർപ്രറ്ററിനേക്കാളും. അതുപോലെ തന്നെ നമുക്കിത് സിംഗിൾ പ്രോഗ്രാം ഒരുമിച്ചെടുക്കുന്നത് കൊണ്ട് ലാർജർ സൈസ് വേണ്ടി വരും കമ്പൈലറിന്. അതേസമയം ഇൻ്റർപ്രറ്ററാണെങ്കിൽ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ അല്ലേ, അപ്പോൾ അതിൻ്റെ സൈസ് സ്മോളർ ആയിരിക്കും ഇൻ്റർപ്രറ്ററിന്.